തൃശ്ശൂരിലേക്ക് പോയാൽ അവിടെ പുതുക്കാട്ട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും തെളിവെടുപ്പിനും ഒരുങ്ങി പോലീസ്. 2 കുട്ടികളുടെയും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഫോറൻസിക് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് വീണ്ടും പരിശോധന നടത്തുകയാണ് അന്വേഷണ സംഘം. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുക. ഡാനി, ഇത് വല്ലാത്ത തരത്തിലുള്ള പല അന്വേഷണ വഴികളിലൂടെ പോകേണ്ടി വരും. കാരണം ഇതിന് കൂടുതൽ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും, തെളിവെടുപ്പ് വേണ്ടിവരും. ഇത് വെല്ലുവിളിയായ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് പോലീസിൻ്റെ അന്വേഷണ രീതി? എന്തെങ്കിലും ഒരു പ്രാഥമികമായ സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ ഈ കൊലപാതകം സംബന്ധിച്ച്? ഇപ്പോൾ ഡാനി അല്പസമയത്തിനകം ചേരും എന്ന് വേണം കരുതാൻ. നവജാത ശിശുക്കളുടെ കൊലപാതകം, തൃശ്ശൂർ പുതുക്കാട് കൊലപാതകത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും തെളിവെടുപ്പിനും പോലീസ് ഒരുങ്ങുകയാണ് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. 2 കുട്ടികളുടെയും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ തെളിവുകൾ ശേഖരിച്ച് ഈ കേസിൽ തുമ്പുണ്ടാക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. ഫോറൻസിക് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് വീണ്ടും പരിശോധന നടത്തുന്ന സാഹചര്യം കൂടി ഇപ്പോൾ തുടരുകയാണ്. ഡാനി പോളുണ്ട്. ഡാനി, ഇപ്പോൾ നടക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള പരിശോധനയാണ്? എന്തെങ്കിലും ഒരു പ്രാഥമികമായ വിവരം അന്വേഷണ സംഘത്തിന് കിട്ടുന്നുണ്ടോ? രഞ്ജിത്ത, ഇത് കുട്ടികളെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണവും കാര്യങ്ങളുമെല്ലാം തന്നെ ആയിട്ടുണ്ട്. പക്ഷേ അതുമാത്രവുമല്ല, ഇതിൻ്റെ ഒരു തെളിവ് ശേഖരണം എന്ന അടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഈ 2 ശിശുക്കളെയും, നവജാത ശിശുക്കൾ 2 പേരെയും തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ഇതിൽ ആദ്യ കുട്ടി അത് പൊക്കിൾ കൂടി കഴുത്തിൽ ചുറ്റി മരണപ്പെട്ടു എന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് അതിനെ കുഴിച്ചിട്ടത് എന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതല്ല, ഈ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തെളിവ് കണ്ടെത്തുക എന്നതാണ്. കാരണം ഇതിൽ മറ്റു വഴികളില്ല. ഈ ഫോറൻസിക് പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ കൂടി തെളിവ് കണ്ടെത്തുക. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി ഇവർ നൽകിയിരിക്കുന്ന മൊഴി, അനീഷ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, പോലീസിനോട് ചോദ്യം ചെയ്തതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ 2 പ്രസവവും നടന്നിരിക്കുന്നു, അത് വീടിന് അകത്ത് തന്നെ ആയിരുന്നു, ശുചിമുറിയിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഒപ്പം ഇവരിത് കൈകാര്യം ചെയ്തത്, കാരണം ഇത് വീടിനകത്ത് ഇത്തരം കാര്യങ്ങൾ, ശുചിമുറിക്കകത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് എങ്ങനെയാണ് പൊക്കിൾക്കൊടി അടക്കമുള്ള കാര്യങ്ങൾ മുറിച്ചു മാറ്റി, അത്തരം കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അവരൊരു ലാബ് ടെക്നീഷ്യനായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ അറിവുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബ് നോക്കി ഇത്തരം കാര്യങ്ങൾ താൻ മനസ്സിലാക്കുകയും ചെയ്തു എന്നെല്ലാമാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഗർഭിണി ആയിരുന്ന സമയത്ത് കൂടുതൽ അയഞ്ഞ വസ്ത്രങ്ങൾ താൻ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഇത് ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചു എന്നതെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ കുട്ടികളുടെ കാര്യങ്ങളും വിശദാംശങ്ങളും എല്ലാം ഇയാളോടും ഈ ഭവനോടും തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ കുട്ടികളുടെ ചിത്രങ്ങൾ അവർ മൊബൈലിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ, ഈ ഡിജിറ്റൽ തെളിവുകളെ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുക എന്ന രീതിയിലേക്കാണ് പോലീസ് വന്നിരിക്കുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഇവരുടെ ഫോൺ കോളുകൾ അടക്കമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഫോണുകളിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ, വിശദാംശങ്ങൾ എടുക്കാനുള്ള എല്ലാവിധ ഈ ശ്രമങ്ങളും പോലീസ് നടത്തുന്നു. കാരണം അതെല്ലാം ആയിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആധികാരികമായ തെളിവിലേക്കടക്കം തന്നെ പോകുക. എങ്ങനെ കൊലപ്പെടുത്തി എന്നത് സംബന്ധിച്ച മറ്റൊരു രീതിയിലേക്കും പോലീസിന് തെളിവ് ശേഖരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫോറൻസിക് തെളിവിലേക്ക് ഡാനി ഇപ്പോൾ പറയുന്നത് മൂന്നാമതൊരു കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയെന്ന തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട്. നേരത്തെ 2 കുട്ടികളായിരുന്നു. 2 കുട്ടികളുടെ അസ്ഥികളുമായാണ് ഈ ഭവിൻ എന്ന ആൾ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറയുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ മൂന്നാമതൊന്നുകൂടി കിട്ടിയെന്ന് പറയുമ്പോൾ ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ടോ? രഞ്ജിത്ത്, അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം അടക്കം വരേണ്ടതുണ്ട്. അത് കുറച്ചുകൂടി വ്യക്തതയിലേക്ക് വരേണ്ടതുണ്ട്. കാരണം ഈ അസ്ഥികൾ ഈ നേരത്തെ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വീണ്ടും അത് കുഴിച്ചു നോക്കുകയും പരിശോധിക്കുകയും എല്ലാമാണ് ചെയ്തത്. അപ്പോൾ അതിൽ ആദ്യത്തെ കുട്ടിയുടേതാണോ, ഈ നേരത്തെ എല്ലാം ശേഖരിച്ചിരുന്ന അവരുടെ തന്നെയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൂടി മാച്ച് ചെയ്യേണ്ടതുണ്ട്.
അത്തരം പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇനി ഒരാൾ എന്ന രീതിയിലേക്കുള്ളൊരു സംശയങ്ങൾ ഉയർന്നപ്പോൾ അതിനൊരു സ്ഥിരീകരണം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊരു പരിശോധന വരേണ്ടതുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ധാരണാ പിശകാണ് ഈ രീതിയിലേക്കുള്ളൊരു കൊലപാതകത്തിലേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം ഇയാളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. മറ്റൊരു വിവാഹത്തിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളൊരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംശയം ഉടലെടുത്തിരുന്നു. മറ്റൊരു ഫോൺ നമ്പർ കൂടി ഇവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെ ചൊല്ലി ഇവർ തമ്മിലുള്ള വഴക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിൻ്റെ അന്വേഷണത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ കുറേ കൂടി വിവരങ്ങൾ ക്രോഡീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായി ഇവരെ ഈ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് CDR വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് സമഗ്രമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. കാരണം ഇതിൽ തെളിവ് ശേഖരണം തന്നെയായിരിക്കും തെളിവ് ശേഖരണം തന്നെയാണ് ഇതിൽ പ്രധാനമായ ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത്. അതിനെ മറികടക്കാനായിട്ട് ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ ആ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ് പോലീസ് അവലംബിക്കുകയും ചെയ്യുന്നത്. മറ്റാരെങ്കിലും ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് കൃത്യങ്ങളും നടന്നിരിക്കുന്നു. പക്ഷേ മറ്റാർക്കും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു വിവരവും പുറത്തേക്ക് വന്നിട്ടില്ല എന്നത് ഇതെല്ലാം ഇവർക്ക് തനിച്ച് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം നിലനിൽക്കുന്നു. കാരണം നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുക അത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ, അതായത് കൊലപാതകത്തിൽ നേരത്തെ ബന്ധുക്കൾക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരമുണ്ടായിരുന്നു എന്ന കാര്യം അറിയണം. ഈ രണ്ടു പേർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നോ അതോ ഈ പെൺകുട്ടി മാത്രമാണോ ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം അറിയണം. ഇത്തരത്തിൽ FIRൽ പറയുന്നത് മാതാവ് അനീഷയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തൊക്കെ ഒരു ക്ലാരിറ്റി വരണം. അപ്പോൾ ഈ 2021-ലും 2024-ലും ഒക്കെ നടന്ന സംഭവങ്ങളായതുകൊണ്ട് കുറച്ചുകൂടി കാര്യമായ അന്വേഷണം വേണ്ടി വരും അല്ലേ? കൂടുതൽ ചോദ്യം ചെയ്യൽ, ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യേണ്ടി വരും. തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഇതിൽ പോലീസ് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇത് തന്നെയാണ്. കാരണം ഇത് നാളുകൾക്ക് മുൻപ് നടന്ന കൊലപാതകങ്ങളാണ്. 2 ശിശുക്കൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് ഈ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ തെളിവാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതിൽ പോലീസ് സംശയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ മറ്റുള്ളവരുടെ ഒരു പങ്കാളിത്തം അത് എത്രത്തോളമാണ്, എങ്ങനെയാണ് എന്നതാണ്. അതിൽ വിശദമായ ചോദ്യം ഈ 2 പേരുടെയും കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെ നടക്കേണ്ടി വരും. അത് നടത്തുകയും ചെയ്യും. കാരണം ഇവരുടെ ഈ വിശദാംശങ്ങൾ ആർക്കൊക്കെ ഈ ബന്ധം അറിയാമായിരുന്നു, എന്തെല്ലാമാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്, എന്താണ്. കാരണം ഇങ്ങനെയൊരു കാര്യങ്ങളെല്ലാം, ഇങ്ങനെയൊരു കൃത്യങ്ങളെല്ലാം തന്നെ നടന്നിട്ട് ഇത് ആർക്കും തന്നെ അറിയാതെ പോയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ വീട്ടിലുള്ളവർ, അവർ ഈ 2 കുട്ടികൾ ഉണ്ടാകുന്നു. ഈ ഗർഭാവസ്ഥ ഈ മുഴുവൻ കാലവും അവർക്ക് മറച്ചു പിടിക്കാനടക്കം സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിലെല്ലാം ഇവർ പറയുന്നത് എത്ര കണ്ട് വിശ്വസിക്കാമെന്നതാണ് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. അതിൽ കുറേ കൂടി ചോദ്യം ചെയ്യൽ ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ ഭാഗത്തും പോലീസ് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം ഇതിൻ്റെ വ്യക്തത ഇപ്പോഴും ഇത് സംബന്ധിച്ച അവ്യക്തതകൾ വളരെയധികം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നീക്കേണ്ടത് തന്നെയാണ്. ഇത് പ്രാഥമികമായ FIRലെ വിവരങ്ങൾ മാത്രമാണ് ഈ അനീഷ തന്നെ ഇത് കാര്യങ്ങൾ നിർവഹിച്ചു എന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇയാളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. താൻ വളരെ നിരപരാധി എന്ന രീതിയിലാണ് അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം ചെല്ലുകയും ചെയ്യുന്നത്. പക്ഷേ അതല്ല, ഈ കൃത്യത്തിൽ കൃത്യമായൊരു പങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഇയാൾക്കുണ്ട് എന്ന വിശ്വാസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത്. പക്ഷെ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അത് ഏതാണ്ട് ഇവരുടെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ചുകൂടി ആധികാരികമായ വിവരങ്ങൾ കൂടി ശേഖരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ദമ്പതികൾ തമ്മിലുള്ള ഒരു ബന്ധം അത് വളരെ പ്രധാനമാണ്. ഇവർ ദീർഘകാലമായി ഒരുമിച്ച് താമസിക്കുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും പ്രതികളായ അനീഷയും ബബിനും. ഇതിനുശേഷം രണ്ടുപേരും തമ്മിൽ തെറ്റുന്നു. ഇതിനിടയിൽ ഇവരുടെ ജീവിത കാലയളവിനിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ 2 അല്ലെങ്കിൽ 3 കുട്ടികളെ പ്രസവിക്കുന്നു, അതിനെ കഴുത്ത് തിരിച്ച് കൊല്ലുന്നു. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ മറ്റോ ഈ യുവതിക്കുള്ളതായി പോലീസ് പറയുന്നുണ്ടോ? ഒപ്പം ഇത്രയും നാൾ ഇയാൾ ഇക്കാര്യം മറച്ചുവെക്കാൻ കാരണമായത് എന്താണ് എന്നുള്ളതും പ്രധാനമാണല്ലോ. വളരെ പെട്ടെന്നൊരു പ്രകോപനം തോന്നി ഇത് സ്റ്റേഷനിൽ എത്തിക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇത്തരം കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായിരുന്നോ? നിലവിൽ അറിയാൻ സാധിക്കുന്നതും ആദ്യഘട്ടത്തിൽ അയാൾ പോലീസിനോട്, ഈ ഭവൻ എന്ന് പറയുന്ന ആൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ, ഇയാൾക്ക് തോന്നിയ ചില സംശയങ്ങൾ,
അത് വലിയ രീതിയിലേക്ക് ഇവരിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. അത് ഇയാളെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. മറ്റ് ഒരു വിവാഹത്തിന് ഇവർ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ഒരു വിവരങ്ങൾ ഇയാൾക്ക് ലഭിച്ചു. പക്ഷേ എത്രത്തോളം ശരിയെന്നില്ല. പക്ഷേ ഇവരെ കൃത്യമായി സംശയിച്ചിരുന്നു. ചില വിവരങ്ങൾ അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നു. ഇവർ മറ്റൊരു ഫോൺ കൂടി മറ്റൊരു നമ്പർ കൂടി ഉപയോഗിച്ചിരുന്നു എന്നൊരു വിവരം അതിൽപ്പെട്ട സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു പകയിലേക്ക്, പ്രണയത്തിൽ നിന്നും ഈ ബന്ധങ്ങളിൽ നിന്നുമെല്ലാം പകയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തുടർന്നാണ് ഈ ആദ്യഘട്ടത്തിൽ ഇയാൾ ഈ കർമ്മങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഈ അസ്ഥികൾ ഏൽപ്പിക്കുമ്പോൾ അത് സൂക്ഷിച്ചു വെക്കുകയും താൻ എന്തെങ്കിലും ഈ വിഷയത്തിൽ ചതിക്കപ്പെടുകയാണെങ്കിൽ ഇത് തെളിവാക്കി മാറ്റുമെന്ന രീതിയിൽ തന്നെ ഇയാൾ അത് സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ് പോലീസിനോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായിട്ട് അന്വേഷിച്ച് സ്ഥിരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് സംഘം കഴിഞ്ഞ 2 ദിവസങ്ങളായി ശ്രമിക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ കുഴിയിൽ നിന്നടക്കം മണ്ണ് ശേഖരിക്കുകയും അതിലൊരു പരിശോധനയ്ക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നീക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൂടി ഔദ്യോഗികമായ ഈ ഫലം കൂടി വരേണ്ടതുണ്ട്. അതിനൊരു സ്ഥിരീകരണമാകേണ്ടതുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടി വിവിധ പരിശോധനകളിലാണ് അന്വേഷണ സംഘം.